യെസ്, നമ്മളെല്ലാവരും NTPC പഠിക്കുന്ന ആളുകളാണ് അല്ലെ. 30 മാത്സ്, അതുപോലെ തന്നെ 30 റീസണിങ്, അതിന്റെ കൂടെ 40 GK ക്വസ്റ്റ്യൻസ്, ഇതൊക്കെ കൂടി ഒരു 100 ക്വസ്റ്റ്യൻസ് ആണ് നമ്മളുടെ NTPC ടയർ 1 പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് എഴുതാനുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് ഉണ്ടാകുന്ന ഒരു സംശയമാണ്, എങ്ങനെയാണ് കഴിഞ്ഞ വർഷങ്ങളൊക്കെ കട്ട് ഓഫ് ഉണ്ടായിരുന്നത്, ഈ വർഷവും അത്തരത്തിൽ തന്നെ കട്ട് ഓഫ് വരുമോ? അങ്ങനെ ഒരു കട്ട് ഓഫ് വരികയാണെങ്കിൽ ഞാൻ എത്രയൊക്കെ പഠിക്കണം, ഏതെങ്കിലുമൊക്കെ ഏരിയാസ് എനിക്ക് ഒഴിവാക്കാൻ വേണ്ടി പറ്റുമോ, എത്ര പഠിച്ചാൽ ഞാൻ ഈ കട്ട് ഓഫ് എന്ന് പറയുന്ന ലക്ഷ്യം ക്ലിയർ ചെയ്യും? സ്വാഭാവികമായിട്ടും ആദ്യമായിട്ട് പരീക്ഷ എഴുതുന്ന ആളുകൾ, അതായത് ഈ ഒരു റെയിൽവേ എന്ന് പറയുന്ന ഫീൽഡിൽ വലിയ എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളുകൾക്ക് ഉണ്ടാവുന്ന ഒരു സംശയമാണ്. ഓൾറെഡി കുറെ പരീക്ഷകൾ എഴുതിയ ആളുകൾക്ക് ഇത്തരത്തിലൊരു സംശയം ഉണ്ടാവില്ല. അവർക്ക് സത്യാവസ്ഥ അല്ലെങ്കിൽ നിലവിലത്തെ സാഹചര്യം നന്നായിട്ട് അറിയായിരിക്കും. അപ്പൊ അത്തരത്തിലുള്ള ആളുകൾ, നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. വളരെ ചെറിയ സമയം കൊണ്ട് കട്ട് ഓഫും അത്തരത്തിലുള്ള യാഥാർത്ഥ്യങ്ങളെയും പറ്റി ഡിസ്കസ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എങ്ങനെയാണ് 30 റീസണിങ്ങിനെ നമ്മൾ ഡീൽ ചെയ്യേണ്ടത്, എങ്ങനെയാണ് 30 ക്വസ്റ്റ്യൻ മാത്സിന് നമ്മൾ ഡീൽ ചെയ്യേണ്ടത്, 40 ക്വസ്റ്റ്യൻ ആയിട്ടുള്ള GK എങ്ങനെ നമ്മൾ കാണണം, ഇതിൽ ഏതിനൊക്കെ പ്രയോറിറ്റി കൊടുക്കണം എന്നും കൂടെ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ, പ്രിപ്പയർ ചെയ്ത് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ മുഴുവനായിട്ടും കാണാം. നമുക്ക് കണ്ടന്റിലേക്ക് പോവാം. അതിനു മുമ്പായിട്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞിരുന്നു, പ്രിപ്പയർ ചെയ്ത് തുടങ്ങാൻ പോകുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല അവസരമാണ് ദിശ അക്കാദമി ഒരുക്കുന്നത് എന്നുള്ളത് ഓർക്കണം. ഈ വരുന്ന 17-ാം തീയതിയും 19-ാം തീയതിയും ആയിട്ട്, നവംബർ 17-19 തീയതികളിലായിട്ട് നമ്മുടെ എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും, എല്ലാ ഓഫ്ലൈൻ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും NTPCക്ക് വേണ്ടി ഒരു പ്രത്യേക ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായിട്ടും നമുക്കൊക്കെ ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് ഫീസുമായി ബന്ധപ്പെട്ടാണ്. വലിയ റീസണബിൾ ആയിട്ടുള്ള ഒരു ഫീസ് നിങ്ങൾക്ക് വേണ്ടി മുന്നിൽ വെച്ചുകൊണ്ടാണ് ഈ ഒരു കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും നിങ്ങളുടെ സ്ഥലം ഏതാണെന്ന് വെച്ചാൽ ആ സ്ഥലത്തിനനുസരിച്ച് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എല്ലാ സ്ഥലങ്ങളിലും 17-ാം തീയതി 19-ാം തീയതി ആയിട്ട് NTPC ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. മറ്റൊരു ബാച്ച് ഉണ്ടാവുന്നല്ല ഈ ഒരു കോഴ്സിന്, ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോ ഒരുപാട് വെയിറ്റ് ആവരുത്, വെയിറ്റ് ചെയ്യരുത്. പരീക്ഷയുടെ ഒരു മാസം മുന്നേ ജോയിൻ ചെയ്യാം എന്നുള്ളൊരു ധാരണയിൽ ഇരിക്കരുത്. നേരത്തെ തന്നെ ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓരോ ദിവസം മുന്നോട്ട് പോകുന്നതോറും നിങ്ങൾ ഓരോ ദിവസം പുറകിലാവുക എന്നുള്ളത് മറക്കാതിരിക്കുക. ഓക്കെ, നമ്മൾ കണ്ടന്റിലേക്ക് പോവാം. ഞാൻ കണ്ടന്റിലേക്ക് പോകാൻ പോകുന്നത് ഇങ്ങനെയാണ്. കഴിഞ്ഞ വർഷം എത്രയാണ് നമ്മളുടെ ചുറ്റുമുള്ള സ്ഥലങ്ങളിലുള്ള കട്ട് ഓഫ്, അതുപോലെ തന്നെ 2019 എങ്ങനെയായിരുന്നു കട്ട് ഓഫ്, ഇത് പരീക്ഷയിൽ എങ്ങനെ റിഫ്ലക്ട് ചെയ്യും, നമ്മൾ എങ്ങനെയൊക്കെ പെർഫോം ചെയ്യണം, ഇതാണ് എനിക്ക് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. നമുക്ക് ആദ്യം തന്നെ എങ്ങോട്ട് പോകാം? ചെന്നൈയിലെ കട്ട് ഓഫിലേക്ക് പോകാം. നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ നിങ്ങൾക്ക് കുറച്ച് കോളംസ് കാണാൻ വേണ്ടി കഴിയും. ഓക്കെ, ഇത് നമ്മളെ സോണാണ്, ചെന്നൈ സോണാണ്. ഇത് അവിടുത്തെ ഓരോ കാറ്റഗറിനെ പറ്റി പറയുന്നതാണ്. ഇത് 2019 കട്ട് ഓഫ് ആണ്. ഓക്കെ, 2019 കട്ട് ഓഫ് ആണ്. ഇത് നമ്മളെ ഏറ്റവും റീസെന്റ് ആയിട്ട് നടന്നിട്ടുള്ള 2024 കട്ട് ഓഫ് ആണ്. ചെന്നൈയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ വേക്കൻസിയിൽ കാര്യമായ മാറ്റങ്ങളുണ്ട്. നിങ്ങൾക്കറിയാം, 2019 എന്ന് പറഞ്ഞാൽ കുറെ വേക്കൻസി ഉണ്ടായിരുന്ന സമയമാണ്. അതായത് വർഷങ്ങൾക്ക് ശേഷം നടന്ന പരീക്ഷ ഏതെന്നാൽ കുറെ വേക്കൻസികൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന വേക്കൻസി ഡിഫറൻസ് അല്ലെങ്കിൽ ആ കട്ട് ഓഫിന്റെ ഡിഫറൻസ് നിങ്ങൾ നോക്കിയേ. വേക്കൻസി വളരെ ചെറുതായെങ്കിലും കട്ട് ഓഫ് ഏതാണ്ട് സിമിലർ ആയിട്ട് തന്നെ നിൽക്കുകയാണ് അല്ലെ. കാരണം പരീക്ഷയിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പരീക്ഷ അത്യാവശ്യം നല്ല ലെവലിലേക്ക് മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ 66 എന്നുള്ളത് എത്രയായിട്ടുണ്ട്? 69 മാറിയിട്ടുണ്ട് UR കട്ട് ഓഫ്. ഈ നമ്മുടെ ചെന്നൈയിലെ തന്നെ OBC കട്ട് ഓഫ് നോക്കിക്കഴിഞ്ഞാൽ 64 എന്നുള്ളത് എന്തായി? 67 ആയിട്ടുണ്ട്. അപ്പൊ ഇത്തവണയും ഏകദേശം സിമിലർ ആയിരിക്കും. എക്സാമിലൊന്നും വലിയ മാറ്റങ്ങൾ ഇല്ലെങ്കിൽ കട്ട് ഓഫ് വേക്കൻസി ഏകദേശം സിമിലർ ആയതുകൊണ്ട് തന്നെ ഏതാണ്ട് ഇത്തരത്തിൽ തന്നെയുള്ള ഒരു കട്ട് ഓഫ് മാർക്ക് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതൊന്നും പ്രഡിക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല, പക്ഷെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത് ആ ഒരു തരത്തിലാണ്. ബാക്കി കട്ട് ഓഫുകളും നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി കഴിയുന്നുണ്ടാവും. ഇനി നമ്മൾ തൊട്ടടുത്ത സോണായിട്ടുള്ള സെക്കന്ദരാബാദിലേക്ക് പോയി കഴിഞ്ഞാൽ, സെക്കന്ദരാബാദിൽ UR കട്ട് ഓഫ് വന്നിട്ടുള്ളത് 75 ആണ്. അതുപോലെ തന്നെ ഇത് ഈ വർഷം, ഈ കഴിഞ്ഞ 2024 വന്നത് 77 ആണ്. അവിടെ നിങ്ങൾ നോക്കിയാൽ മതി, എങ്ങനെയാണോ ചെന്നൈയിലുള്ള കട്ട് ഓഫ് കൂടിയിട്ടുള്ളത്, സിമിലർ ആയിട്ടുള്ള ഒരു വാല്യൂ ആണ് അവിടെയും. ഒരു 3 to 4 എന്നുള്ള രീതിയിലാണ് മാർക്ക് കൂടിയിട്ടുള്ളത്. അപ്പോ വേക്കൻസി കുറഞ്ഞ സമയത്തും എന്തുകൊണ്ടാണ് മാർക്കിൽ കാര്യമായ ഇമ്പ്രൂവ്മെന്റ് ഇല്ലാത്തതെന്ന് ചോദിച്ചാല്, അത് പണ്ടുണ്ടായത് 2019 അപ്ലൈ ചെയ്ത അത്രയും ആളുകൾ ആക്ച്വലി ഈ തവണ അപ്ലൈ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അത്രയും സീരിയസ് ആയിട്ട് പരീക്ഷനെ കണ്ടിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു ഷിഫ്റ്റ് സംഭവിക്കുന്നത്. ചെറുതായിട്ട് വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള മാറ്റങ്ങൾ മാത്രം സംഭവിക്കുന്നത്. എന്ന് പറഞ്ഞാല് വേക്കൻസി കുറവാകുമ്പോൾ സ്വാഭാവികമായിട്ട് ആളുകൾക്കുള്ള സ്പിരിറ്റ് കുറയും, അവർ പഠിക്കുന്ന ആ ഒരു ഇന്റൻസിറ്റി കുറയും. അതിന്റെ ഭാഗമായിട്ട് തന്നെ കട്ട് ഓഫിൽ കാര്യമായ മാറ്റങ്ങൾ നമുക്ക് കാണാനും കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾ നോക്കിയാൽ മതി, EWS കട്ട് ഓഫ് ഒക്കെ എത്രയായിട്ടാ? ഒരു +3 എന്നുള്ള രീതിയിലാണ് കൂടിപ്പോയിട്ടുള്ളത്. ഇനി അടുത്തത് അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത് നമ്മൾ തിരുവനന്തപുരത്തിന്റെ കട്ട് ഓഫ് തന്നെയാണ്. തിരുവനന്തപുരത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാലും സിമിലർ ആണ് അല്ലെ. 2 മാർക്കൊക്കെയാണ് അവിടെ വ്യത്യാസം വന്നിട്ടുള്ളത്. പക്ഷെ കൂടുക എന്നുള്ളത് ഓർത്തണം കേട്ടോ. 2 മാർക്ക് ആണെങ്കിൽ പോലും കൂടുക എന്നുള്ളത് ഓർത്തണം. ശരി, നിങ്ങൾ ഒരു തിരുവനന്തപുരം
സോൺ വെച്ചിട്ടുള്ള ഒരു UR കാൻഡിഡേറ്റ് ആണെന്ന് തന്നെ വിചാരിക്കാം. നമുക്ക് എത്ര മാർക്ക് വാങ്ങാനുണ്ട്? 81 മാർക്കാണ് വാങ്ങാനുള്ളത്. ഓക്കെ, നമ്മൾ ഏറ്റവും വേഴ്സ്റ്റ് കേസ് സെനാറിയോ പറയാണ്, 81 മാർക്കാണ് നിങ്ങൾക്ക് വാങ്ങാനുള്ളത്. ഓക്കെ, ഇനിയിപ്പോ അടുത്ത വർഷം പോയി കട്ട് ഓഫ് കൂടുകയാണെങ്കിലും നമുക്ക് ഈ ഒരു ലെവലിൽ എക്സ്പെക്ട് ചെയ്യാം. അങ്ങനെ 81 മാർക്ക് വാങ്ങി ജസ്റ്റ് ആ കട്ട് ഓഫ് കടക്കാൻ വേണ്ടി മാത്രം, അതായത് 81 മാർക്ക് വാങ്ങിയ കട്ട് ഓഫ് കടക്കാൻ വേണ്ടി മാത്രം നിങ്ങൾ എത്രയൊക്കെ സ്കോർ ചെയ്യണോടാ? അതിലാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾക്ക് മാത്സിന് ഒരു പ്രത്യേകത ഉണ്ട്. മാത്സിൽ നിങ്ങൾക്ക് ഒരു വട്ടം വരച്ചിട്ടുണ്ട്. ഈ വട്ടത്തിനകത്തുള്ളത് മാത്രമേ ചോദിക്കുള്ളൂ. അതായത് നമുക്ക് ടോപ്പിക്കുകൾ വന്നിട്ടുണ്ട്. ടോപ്പിക്കുകളിൽ നല്ലപോലെ എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ ആ 30 ക്വസ്റ്റ്യനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സോൾവ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഇപ്പൊ നിങ്ങളെ കൊണ്ട് പറ്റുന്നില്ല എന്നുള്ളത് നോക്കണ്ട. കൃത്യമായി നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ, കൃത്യമായ ഒരു സ്റ്റഡി പ്ലാൻ ഒക്കെ ബേസ് ചെയ്ത് നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ഈ 30ൽ 30 സ്കോർ ചെയ്യാൻ മാത്സിൽ സാധിക്കും. അങ്ങനെ സാധിച്ചിട്ടുണ്ട്, സാധിക്കുന്ന ആളുകൾ ഒരുപാട് ആളുകളുണ്ട്. ഓക്കെ, അതുപോലെ തന്നെയാണ് റീസണിങ്. അതിനേക്കാളും കുറച്ചും കൂടി എളുപ്പമാണ് റീസണിങ്. അതും നിങ്ങൾ മുഴുവൻ മാർക്ക് വാങ്ങിയേ മതിയാവുള്ളൂ. അപ്പൊ ഇവിടെ രണ്ടിടത്തും സ്കിപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് ഒന്നുമില്ല എന്നുള്ളത് മനസ്സിലാക്കണം. നിങ്ങൾ അങ്ങനെ ഒരു ധാരണയിലിരിക്കുന്ന ആളുകളാണെങ്കിൽ ഒരു സ്കിപ്പിങ്ങും ഈ മാത്സ് റീസണിംഗിൽ പോസിബിൾ അല്ല എന്ന് മനസ്സിലാക്കുക. കാരണം അതിൽ മാത്രമേ നമുക്ക് ഷുവർ ആയി സ്കോർ ചെയ്യാൻ കഴിയുള്ളൂ. നമുക്കൊരു സെക്യൂരിറ്റി ആയി നിൽക്കുന്ന രണ്ടാളുകൾ ആരൊക്കെയാണ്? മാത്സും റീസണിംഗും ആണ്. നിങ്ങൾ മാത്സിനെ പേടിക്കാൻ പാടില്ല. ഒന്ന് വൃത്തിയായി ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയ ആണ്. ഇത്രയും കാലത്തെ ഒരു ടീച്ചിങ് എക്സ്പീരിയൻസ് എന്ന് ഞാൻ പറയാം, വളരെ മോശമാണ് മാത്സിൽ എന്ന് വിചാരിച്ചാണ് ആളുകൾ പോലും നന്നായി എഫേർട്ട് എടുത്തതിനു ശേഷം ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അവിടെ അവരുടെ ഭയങ്കരമായ ഇന്റലക്ച്വൽ പവർ ഒന്നും അല്ല, അവർ ഹാർഡ് വർക്ക് ചെയ്തു എന്നുള്ളത് തന്നെയാണ്. അവർ കൃത്യമായി വർക്ക് ചെയ്തു, അവർ സ്മാർട്ടായി വർക്ക് ചെയ്തു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അവർക്ക് അത്യാവശ്യം സ്കോർ ചെയ്യാൻ പറ്റിയത്. അപ്പൊ അതുപോലെ സ്കോറിലേക്ക് എത്തണമെങ്കിൽ തീർച്ചയായും നിങ്ങളും വൃത്തിയായി ഒന്ന് പ്ലാൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അത്തരത്തിൽ പ്ലാനുകൾ വേണം. എങ്ങനെയാണ് കംപ്ലീറ്റ് മാത്സ് പഠിക്കേണ്ടെന്ന പ്ലാനുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ ചാനലുകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. തീർച്ചയായും നിങ്ങൾക്ക് ചോദിക്കാം, കമന്റിൽ ചോദിക്കാം. അത്തരത്തിൽ ആവശ്യം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊക്കെ ചെയ്തു തരുന്നതാണ് കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെയാണ് റീസണിങ്ങിന്റെയും കാര്യം പറയാനുള്ളത്. കൃത്യമായ ഒരു പ്ലാനോട് കൂടെ ചെറിയ സമയം കൊണ്ട് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. പക്ഷെ അവിടെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി വേണം. ആ സ്ട്രാറ്റജി ഇട്ട് പഠിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. ഇനി GK-ലേക്ക് വരുന്ന സമയത്ത് 40 GK ക്വസ്റ്റ്യൻസ് ആണുള്ളത് അല്ലെ. ഈ 40 GK ക്വസ്റ്റ്യൻസിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ പഠിക്കേണ്ട ടോപ്പിക്കുകൾ, അതായത് പ്രധാനപ്പെട്ടതായിട്ടുള്ള സബ്ജക്റ്റുകൾ എടുത്ത് പഠിക്കാൻ വേണ്ടി ആദ്യം കവർ ചെയ്ത് പോകാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾ മാത്സും റീസണിങ്ങും ആദ്യം പഠിച്ചിട്ട് GK അവസാനത്തേക്ക് വെക്കാം എന്ന് വിചാരിക്കരുത്. ഒരു ദിവസം ഉണ്ടെങ്കിൽ ആ ദിവസത്തിൽ മാത്സിനും റീസണിങ്ങിനും GK-യിലുള്ള ഏതെങ്കിലും ഒരു സബ്ജക്റ്റിനെങ്കിലും ഒരു സമയം കൊടുത്തിട്ടുണ്ടാവണം. ഒന്ന് പഠിക്കാൻ ബാക്കിയുള്ളത് മാറ്റി വെക്കാം, അങ്ങനെ ചിന്തിക്കാനേ പാടില്ല. എല്ലാ ദിവസവും 3 കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടാവണം. ഇവിടെ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ സയൻസ് സബ്ജക്റ്റുകൾ ഒന്ന് ശ്രദ്ധിച്ച് മാത്രം കൈകാര്യം ചെയ്യുക. ടയർ 1-ന് വേണ്ടി അല്ലെങ്കിൽ CBT 1-ന് വേണ്ടി, ഒന്നാമത്തെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് സമയം സയൻസിൽ കളയാണ്ടിരിക്കുക. കാരണം കഴിഞ്ഞ ഏറ്റവും റീസെന്റ് ആയിട്ട് കഴിഞ്ഞ 2024 ഈ കഴിഞ്ഞ NTPC പരീക്ഷയ്ക്ക് പ്രിലിംസിൽ അല്ലെങ്കിൽ CBT 1-ല് വളരെ കുറച്ച് സയൻസ് ക്വസ്റ്റ്യൻസ് മാത്രമാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, നമ്മളെ കുട്ടികൾക്ക് നമ്മൾ 60 മണിക്കൂറിന്റെ സയൻസ് ക്ലാസ്സുകളായിരുന്നു പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ടോട്ടൽ. പക്ഷെ NTPC-ക്ക് പോയ കുട്ടികൾക്ക് അത് അത്രത്തോളം യൂസ്ഫുൾ ആയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പൊ അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സയൻസിന് കുറച്ച് ശ്രദ്ധിച്ച് മാത്രം സമയം കൊടുക്കുക. ഞാൻ ടയർ 1-ന്റെ കാര്യമാണ് പറഞ്ഞത്. ടയർ 2-ലേക്ക് വന്നപ്പോഴേക്കും ഒരു 4-5 ക്വസ്റ്റ്യൻസ് ഒക്കെ ചില ഷിഫ്റ്റുകളിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ടയർ 1 അല്ലെങ്കിൽ CBT 1 എഴുതുന്ന സമയത്ത് സയൻസിനെ നിങ്ങൾ ഒരുപാട് അങ്ങ് ശ്രദ്ധിക്കാൻ പോകണ്ട. ഫണ്ടമെന്റൽസ് പ്രോപ്പറായി പഠിച്ചു വെക്കുക. സമയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, തിരിച്ചു വന്നിട്ട് സയൻസ് ഡീറ്റെയിലായി പഠിക്കുക. അല്ലാത്ത ഏരിയകൾ, പ്രത്യേകിച്ച് കറണ്ട് അഫെയർ പോലുള്ള ഏരിയകൾ, അതുപോലെ തന്നെ ഹിസ്റ്ററി, ജോഗ്രഫി പോലുള്ള ടോപ്പിക്കുകളൊക്കെ കുറച്ചും കൂടെ സീരിയസ് ആയി പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. സത്യം പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് ഈ പറയുന്നത് പോലെ തന്നെ കഴിഞ്ഞ വർഷം പരീക്ഷ എഴുതിയ ഒരാൾക്കും നിങ്ങളെ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യാൻ കഴിയും. അപ്പൊ ആരെങ്കിലും പരീക്ഷ എഴുതിയ ആളുകൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളും കൂടെ പറയാം എന്തൊക്കെയാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ എഴുതിയപ്പോൾ എന്തൊക്കെയാണ് അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ പഠിച്ചപ്പോൾ എന്തൊക്കെയാണ് അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ടായിരുന്നത് എന്നുള്ളതും കൂടെ നിങ്ങൾ തീർച്ചയായും ഒന്ന് കമന്റിലൊക്കെ പറയാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പൊ എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് സ്കിപ്പ് ചെയ്യാനൊന്നുമില്ല എന്ന് മനസ്സിലാക്കണം. നമ്മൾ തുടക്കം മുതൽ ഒടുക്കം വരെ സിലബസിൽ എന്തൊക്കെയുണ്ടോ അത് മുഴുവനായി പഠിക്കാൻ ശ്രമിക്കണം. അത് ഒരു മൂലയിൽ നിന്ന് പയ്യെ പഠിച്ചു തുടങ്ങണം. നമ്മൾ എല്ലാം പഠിക്കണമല്ലോ എന്നുള്ള ടെൻഷനാണ് നമ്മളെ കൊണ്ടൊന്നും പഠിക്കാൻ പറ്റാത്ത നിലയിൽ എത്തിക്കുന്നത്. നിങ്ങൾ അങ്ങനെ ചിന്തിക്കരുത്. ഡെയിലി ടാസ്ക് ബേസിസിൽ പഠിക്കുക. അതായത് ഇന്ന് ഞാൻ ഇത്രയും കാര്യങ്ങൾ പഠിക്കും, അതാണ് നമ്മളെ ലക്ഷ്യം. അത്രയുള്ള ലക്ഷ്യം. എന്നിട്ട് കിടന്നുറങ്ങി നാളെ രാവിലെ എഴുന്നേറ്റിട്ട് ഇന്ന് ഞാൻ ഇന്നതൊക്കെ പഠിക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തുക. അല്ലാതെ നമ്മൾ മൊത്തത്തിൽ ഇന്ന് ഞാൻ മൊത്തം പഠിച്ചു തീർക്കും എന്ന് ചിന്തിക്കുമ്പോഴാണ് നമ്മൾ എവിടെ എത്താതെ പോകുന്നത്. അപ്പൊ വൃത്തിയായ ഒരു പ്ലാൻ ഉണ്ടാക്കി പ്രോപ്പറായി പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഒന്നും സ്കിപ്പ് ചെയ്യാനില്ല എന്നുള്ളത് മനസ്സിലാക്കുക. അത്യാവശ്യം നല്ല കോമ്പറ്റീഷൻ ഉള്ള ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ
കൃത്യമായ ഒന്നും മിസ്സാകാതെ തന്നെ വൃത്തിയായി നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും കേട്ടോ. നിങ്ങൾ ഈ പറയുന്നത് കേൾക്കുമ്പോൾ വിചാരിക്കരുത് എന്നാ പിന്നെ ഇനി എന്നെ കൊണ്ട് പറ്റൂല എന്ന്. അങ്ങനെയൊന്നുമല്ല. വളരെ ആവറേജ് ആണെന്ന് നിങ്ങൾ സ്വയം ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ ഒരുപാട് കുട്ടികളെ ഞാൻ പേഴ്സണലി കണ്ടിട്ടുണ്ട്. തുടക്കത്തിൽ വരുന്ന സമയത്ത് ഒട്ടും കോൺഫിഡന്റ് അല്ലാതെ, ഒട്ടും ഒന്നും ചെയ്യാൻ പറ്റാതെ, ഈവൻ കാൽക്കുലേഷൻസ് പോലും അത്യാവശ്യം നല്ല സ്ലോ ആയിട്ട് ചെയ്യുന്ന കുട്ടികൾ അവര് നല്ലപോലെ പ്രിപ്പയർ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് റിക്കവർ ആയി വന്ന് നല്ല സ്പീഡിൽ പ്രോബ്ലംസ് ചെയ്യും, അത്യാവശ്യം നല്ല സ്കോർ ചെയ്യുകയൊക്കെ ചെയ്യുന്നത് ഞാൻ കാണുന്നുണ്ട്. മോക്ക് ടെസ്റ്റുകളൊക്കെ ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം നല്ല സ്കോറിലേക്ക് എത്തുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ കൊണ്ടും അത് സാധിക്കുന്നതേ ഉള്ളൂ. ഒരിക്കലും ഡീമോട്ടിവേറ്റഡ് ആവാണ്ടിരിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഈ പറയുന്ന പോലെ കട്ട് ഓഫ് എങ്ങനെ കടക്കാം എന്നുള്ള രീതിയിലുള്ള ചിന്തകൾ ഒഴിവാക്കുക എന്നുള്ളത് തന്നെ. ഞാൻ അത് പറഞ്ഞിട്ടാണ് നിങ്ങളെ വീഡിയോയിലേക്ക് കൊണ്ടുവന്നുണ്ടെങ്കിലും യാഥാർത്ഥ്യം കട്ട് ഓഫിനനുസരിച്ചല്ല നിങ്ങൾ പഠിക്കേണ്ടത്. നിങ്ങൾ ഇത്ര കണ്ടന്റുകൾ ഞാൻ പഠിച്ചു തീർക്കും ഒരു ദിവസം എന്നുള്ള രീതിയിൽ പഠിച്ച് കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾ എത്ര പഠിച്ചാലും നിങ്ങൾക്ക് മതിയാവില്ല എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമാണ് കേട്ടോ. നിങ്ങളിപ്പോ GK ഒരു റൗണ്ട് കവർ ചെയ്താൽ നിങ്ങൾക്ക് തോന്നും അത് പോരാ, പഠിച്ചു തീർന്നിട്ടില്ല, വീണ്ടും കവർ ചെയ്യും. അത് തന്നെയാണ് ഈ പ്രോസസ്സ്. അപ്പൊ ആ പ്രോസസ്സ് അത്തരത്തിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുക. പിന്നെ ജോലി ചെയ്യുന്ന ആളുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കുള്ള സമയം കുറച്ചുകൂടെ മുന്നോട്ട് പോകുന്നതോട് കൂട്ടിക്കൂട്ടി കൊണ്ടുവരാൻ ശ്രമിക്കുക. നിങ്ങൾ കോൺഫിഡന്റ് ആവുന്ന സമയത്ത് നിങ്ങൾക്ക് എക്സാമിനോട് അടുത്ത് കുറച്ച് നാൾ ലീവ് എടുക്കാൻ പറ്റുമെങ്കിലോ, അല്ലെങ്കിൽ ജോലി അങ്ങ് വിട്ടിട്ട് കോൺഫിഡന്റ് ആയി കംപ്ലീറ്റ് ആയി 24 മണിക്കൂറും പഠിക്കാനുള്ള സമയമായിട്ട് കൊടുക്കാൻ പറ്റുമെങ്കിലോ തീർച്ചയായിട്ടും അത് ചെയ്യുക. കാരണം ഈ അവസരങ്ങൾ കുറെ നാളുകളിലേക്ക് നമുക്ക് കിട്ടണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ലാത്തതാണ് കേട്ടോ. നമ്മുടെ പ്രായം ഒക്കെ പരിഗണിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള അവസരം ഏറ്റവും പ്രോപ്പറായി ഉപയോഗിക്കുക. ഭാവിയിൽ റിഗ്രറ്റ് ചെയ്യാൻ വേണ്ടി പാടില്ല. അപ്പൊ കട്ട് ഓഫുകളൊക്കെ എങ്ങനെയൊക്കെ നിന്ന് കഴിഞ്ഞാലും നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നതിനനുസരിച്ച് മറ്റുള്ളവരെക്കാൾ കൂടുതലായി നിങ്ങൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ച് തന്നെയാണ് നിങ്ങളുടെ റിസൾട്ട് ഇരിക്കുന്നത്. അപ്പൊ അതില് വളരെ പോസിറ്റീവായിട്ട് തന്നെ പഠിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. പിന്നെ കൂടുതൽ എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കുണ്ട്, നേരത്തെ പറഞ്ഞതുപോലെ മാത്സുമായി ബന്ധപ്പെട്ടോ റീസണിങ്ങുമായി ബന്ധപ്പെട്ടോ GK ആയിട്ട് ബന്ധപ്പെട്ടോ എങ്ങനെ പഠിക്കണം എന്നോ, അല്ലെങ്കിൽ എന്തെങ്കിലും കൺഫ്യൂഷനിൽ നിങ്ങൾ തട്ടി നിൽക്കുകയാണെങ്കിലോ കമന്റ് ചെയ്യാൻ മടി കാണിക്കാണ്ടിരിക്കുക. എന്നും നിങ്ങളെ കൂടെ നിൽക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ള ദിശ അക്കാദമി ഇനിയും നിങ്ങളെ കൂടെ തന്നെ ഉണ്ടാവും. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ലേണിംഗ്. താങ്ക് യു.